ദേവികുളം താലൂക്കിലെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷം. കാട്ടാനകൾക്ക് പുറമെ ദേവികുളത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് എത്തിയത് ആളുകളിൽ ആശങ്ക പരത്തി. വന്യജീവി ആക്രമണം തടയാൻ ഫലവത്തായ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമില്ലെന്നാണ് ആളുകളുടെ പരാതി. മൂന്നാർ ദേവികുളം മേഖലകളിൽ കാട്ടുമൃഗശല്യം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്തും ജനവാസ മേഖലയിൽ എത്തുന്ന സ്ഥിതിയുണ്ട്. ദേവികുളത്ത് ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടുപോത്ത് ആളുകളിൽ ആശങ്ക പരത്തി. ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലൂടെയായിരുന്നു കാട്ടുപോത്തിന്റെ യാത്ര. ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടുകൊമ്പൻ പടയപ്പ കാട്ടിലേക്ക് ഇനിയും പിൻവാങ്ങിയിട്ടില്ല. ഗ്രാംസ്ലാൻഡ് മേഖലയിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പടയപ്പയുടെ സഞ്ചാരം. നടയാർ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പനും തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ ആശങ്ക പരത്തി. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം റേഷൻ കടയുടെ മേൽക്കൂര തകർത്ത് പടയപ്പ അരി ഭക്ഷിച്ചിരുന്നു. വേറെയും കാട്ടാനകൾ എസ്റ്റേറ്റ് മേഖലകളിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും തൊഴിലാളികൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. വിഷയത്തിൽ വനവകുപ്പിന്റെ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.